ഹലോ എവരിവൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോൺസെപ്റ്റ് ഓഫ് എ എം ആൻഡ് എഫ് എം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ എം ആൻഡ് എഫ് എം സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. അപ്പോൾ നമ്മൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതുപോലെ എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞു. ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെയും ഫ്രീക്വൻസി മോഡുലേഷൻ്റെയും ബ്ലോക്ക് ഡയഗ്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അതിൻ്റെ റിസീവറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ എന്താണ് ഈ എ എം റിസീവർ, എഫ് എം റിസീവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ എ എം എഫ് എം ഒക്കെ നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ റിസീവർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയോ, അതാണ് ആക്ച്വലി റിസീവർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്കതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എ എം സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ എങ്ങനെയാണ് നമ്മൾ സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, വെരി സിമ്പിൾ കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക്സിൽ നമ്മൾ പറഞ്ഞു, നമുക്ക് നോർമലി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് ഇത്രയും പാർട്ടുകൾ ഉണ്ടായിരുന്നു, അല്ലേ? എന്തായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും? ഇതിൻ്റെ ഏറ്റവും ഇനീഷ്യലായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സോഴ്സ് ആയിരുന്നു. ഇൻഫർമേഷൻ സോഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ട്രാൻസ്മിറ്ററിലേക്കാണ്. ട്രാൻസ്മിറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന റിസീവറാണ്. റിസീവർ കഴിഞ്ഞ് ഫൈനലി നമുക്ക് ഡെസ്റ്റിനേഷൻ, അല്ലേ? ഓക്കെ, ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിരിക്കുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഈ ചാനലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നോയ്സസും വരും. അത് നമ്മൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതാണ്. യെസ്, അപ്പോൾ ഇവിടെ നടക്കുന്ന കൺവേർഷൻസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇനീഷ്യലി നമുക്ക് കിട്ടുന്ന ഫിസിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഇൻഫർമേഷൻ സോഴ്സ് ചെയ്തത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ആക്കി മാറ്റുന്നതാണ് ട്രാൻസ്മിറ്റർ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് മൂവ് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിക്കിനെ തിരിച്ച് ഇലക്ട്രിക്കലാക്കുന്ന ഡിവൈസാണ് റിസീവർ. ഫൈനലി ഈ ഇലക്ട്രിക്കലിനെ ഫിസിക്കലാക്കുന്ന ഡിവൈസാണ് ഡെസ്റ്റിനേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ട്രാൻസ്മിറ്ററിൽ നടക്കുന്ന കൺവേർഷൻ എന്തൊക്കെയാണ്? ട്രാൻസ്മിറ്ററിൽ നടക്കുന്ന കൺവേർഷൻ ഫിസിക്കൽ സിഗ്നൽ ഇലക്ട്രിക്കൽ സിഗ്നലാവും, ഇലക്ട്രിക്കൽ സിഗ്നൽ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലാവും. ഇതാണ് ട്രാൻസ്മിറ്ററിൽ നടക്കുന്ന പ്രോസസ്സ്, അല്ലേ? റിസീവറിൽ നടക്കുന്ന പ്രോസസ്സോ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ഇലക്ട്രിക്കൽ സിഗ്നലാവും, ഇലക്ട്രിക്കൽ സിഗ്നൽ ഫിസിക്കൽ സിഗ്നലാവും. അപ്പോൾ ഈ കൺവേർഷനാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം, അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ പറയുന്നത്. അപ്പോൾ സൂപ്പർ ഹെട്രോഡൈൻ റിസീവറിൽ നമ്മൾ 3 ടൈപ്പ് സിഗ്നൽസാണ് യൂസ് ചെയ്യുന്നത്. ആ സിഗ്നൽ എങ്ങനെയാണ് നമ്മളിതിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫിസിക്കൽ സിഗ്നലിന് പകരം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന സിഗ്നലിൻ്റെ പേരാണ് AF. ഇലക്ട്രിക്കൽ സിഗ്നലിന് പകരം ഞാൻ യൂസ് ചെയ്യുന്ന സിഗ്നലാണ് IF. ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലിന് പകരം ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് RF. ഓക്കെ, അപ്പോൾ എന്താണ് AF എന്ന് പറഞ്ഞാൽ? AF സ്റ്റാൻഡ്സ് ഫോർ AF ഓഡിയോ ഫ്രീക്വൻസി. IFO ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി. നിങ്ങൾക്കിത് മനസ്സിലാവാനാണ് ഞാൻ വീണ്ടും ഈ ബ്ലോക്ക് ഡയഗ്രാംസ് എല്ലാ വീഡിയോസിലും പറയുന്നത്. RF എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ഫോം പറയുന്നത്. അപ്പോൾ AF ടു IF ടു RF കൺവേർഷനാണ് ട്രാൻസ്മിറ്റർ നടക്കുക. AFനെ IF ആക്കും, IFനെ തിരിച്ച് RF ആക്കും. വാട്ട് അബൌട്ട് റിസീവറിൽ നടക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ RF ആണ്, ഇലക്ട്രിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ IF ആണ്, ഫൈനലി ഫിസിക്കൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ AF ആണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന കൺവേർഷൻ എന്താ? RF ടു IF ടു AF. ഓക്കെ, വെരി സിമ്പിൾ കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു കൺവേർഷനാണ് ശരിക്കും റിസീവറിൽ. അപ്പോൾ നമുക്ക് ട്രാൻസ്മിറ്റർ പഠിക്കാനില്ല, നമുക്ക് പഠിക്കാനുള്ളത് റിസീവറാണ്. അപ്പോൾ റിസീവറിൽ നമുക്ക് കിട്ടുന്ന ഒരു ബേസിക് കൺവേർഷൻ എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആവും, ആ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഓഡിയോ ഫ്രീക്വൻസി ആവും. സോ ദിസ് ഇസ് ദി പ്രോസസ്
ഇൻ റിസീവറിൽ നടക്കുന്ന ഒരു ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ പഠിക്കുന്നത്. സോ സൂപ്പർ ഹെട്രോഡൈൻ ഈസ് ബേസിക്കലി എ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്റ്റിംഗ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് റേഡിയോ റിസീവേഴ്സ് by mixing two frequencies together in order to produce a different frequency component called intermediate frequency. So as it to reduce signal frequency prior to the processing. അപ്പോൾ റേഡിയോ റിസീവേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് ആക്ച്വലി സൂപ്പർ ഹെട്രോഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റ്. ഈ സൂപ്പർ ഹെട്രോഡൈൻ എന്നുള്ള കോൺസെപ്റ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, RF സിഗ്നലിനെ IF ആക്കി മാറ്റുന്നത്, IFനെ AF ആക്കി മാറ്റുന്നത്. വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. ഇപ്പോൾ നമുക്ക് 1000 കിലോ ഹെർട്സ് ഉള്ള ഒരു ഫ്രീക്വൻസിയെ 100 കിലോ ഹെർട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 100 കിലോ ഹെർട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം ഞാനൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് വഴി ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. ആദ്യം ഈ 1000 കിലോ ഹെർട്സിനെ 600 കിലോ ഹെർട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 600 കിലോ ഹെർട്സിനെ 100 കിലോ ഹെർട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കൺവേർഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും ഇങ്ങനൊരു കൺവേർഷൻ. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രോപ്പറായുള്ള റിസപ്ഷൻ നമുക്കിവിടെ കിട്ടും. അതാണ് IF എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ് പറയാം. നമ്മൾ ഏതൊക്കെ കൺവേർഷൻസ് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. RFനെ IF ആക്കും, IFനെ AF ആക്കും. ഓക്കെ, അപ്പോൾ എ സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ യൂഷ്വലി കൺസിസ്റ്റ് ഓഫ്, നിങ്ങൾ നോക്കൂ, ഇതാണ് ഒരു സൂപ്പർ ഹെട്രോഡൈൻ റിസീവറിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം. സോ ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് ആൻ ആൻറ്റിന. കണ്ടോ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ട് എന്താ, ഒരു ആൻറ്റിനയാണ്. ആൻറ്റിന നിങ്ങൾ കണ്ടോ? യെസ്. നെക്സ്റ്റ് RF ആംപ്ലിഫയർ. ഈ RF സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ RF ആംപ്ലിഫയർ. മിക്സർ കണ്ടോ? യെസ്. ലോക്കൽ ഓസിലേറ്റർ, അതുപോലെ തന്നെ IF ആംപ്ലിഫയർ. ലോക്കൽ ഓസിലേറ്റർ ഇതാണ്, IF ആംപ്ലിഫയർ ഇതാണ്. ഡിറ്റക്റ്റർ കണ്ടോ, ഇതാ. അതുപോലെ തന്നെ AF ആംപ്ലിഫയർ. AF എന്ന് പറഞ്ഞാൽ ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ ആണ്. ഫൈനലി എ സ്പീക്കർ. ദ വർക്കിംഗ് ഓഫ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ ഈസ് എക്സ്പ്ലെയിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഞാനിതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. എല്ലാവരും ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് നമുക്കിവിടെ നടക്കുന്ന കൺവേർഷൻസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇവിടെ നടക്കുന്ന കൺവേർഷൻസ് റേഡിയോ ഫ്രീക്വൻസിയെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയെ ഓഡിയോ ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത്രയും കൺവേർഷൻ പ്രോസസ്സല്ല ഇവിടെ നടക്കുന്നത്. യെസ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു RF സിഗ്നലിനെ നമ്മൾ റിസീവ് ചെയ്യും യൂസിങ് ആൻ ആൻറ്റിന യൂസ് ചെയ്തിട്ട് നമ്മളൊരു RF സിഗ്നലിനെ റിസീവ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനെ പാസ് ചെയ്യുന്നത് ഒരു RF സ്റ്റേജിലേക്കാണ്. RF സ്റ്റേജ് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ ഓൾറെഡി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ് പറഞ്ഞത് അല്ല. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. എയിമിൻ്റെ വേവ് ഫോം ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എയിമിൻ്റെ വേവ് ഫോം എങ്ങനെയായിരുന്നു എന്ന്? എയിമിൻ്റെ വേവ് ഫോം ഓർമ്മ ഉണ്ടോ? ദിസ് ഇസ് ദി ബേസിക്സ് ഓഫ് AM വേവ് ഫോം. റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന RF സിഗ്നൽ. ഓക്കെ, ഈ RF സിഗ്നലിനെ ഞാൻ RF സ്റ്റേജ് യൂസ് ചെയ്തിട്ട് ആംപ്ലിഫിക്കേഷനാണ് ചെയ്യുക. ആംപ്ലിഫിക്കേഷൻ എന്താണ്? ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് വീക്കറായിരിക്കുന്ന ഒരു സിഗ്നലാണെങ്കിൽ ഇതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന 2 വേവ് ഫോമിൻ്റെയും പ്രത്യേകത എന്താണ്? ഞാൻ വരച്ചിരിക്കുന്ന 2 വേവ് ഫോം, ഫസ്റ്റ് വേവ് ഫോമിൻ്റെ ഫ്രീക്വൻസി മാറാതെ ആംപ്ലിറ്റ്യൂഡ് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ ബൂസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തത്? RF സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഇതാണ് നോർമലി ഈ വീക്കറായിരിക്കുന്ന RF സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? RF സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, RF ആംപ്ലിഫയർ ആംപ്ലിഫൈസ് ദി RF സിഗ്നൽ റിസീവ്ഡ് ഫ്രം ദി ആൻറ്റിന. ആൻറ്റിനയിൽ നിന്ന് വന്നിരിക്കുന്ന RF സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനാണ് നമ്മൾ RF സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ബ്ലോക്കാണ് മിക്സർ. അപ്പോൾ നമ്മൾ വീക്കറായിരിക്കുന്ന RF സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തു. മിക്സർ ചെയ്യുന്ന കാര്യം ഈ RF സിഗ്നലിനെ IF സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിനെ
ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലോക്കിൻ്റെ പേരാണ് മിക്സർ. അപ്പോൾ എന്താണ് ഈ റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുക? നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ പ്രോസസ്സ് പറഞ്ഞല്ലോ. അപ്പോൾ RFനെ IF ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് ആയിരിക്കുന്ന IF ഡിസൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ 1000നെ 600 ആക്കുന്നു, 600നെ 100 ആക്കുന്നു. അപ്പോൾ ഈ 600 IF എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആക്ച്വലി ലോക്കൽ ഓസിലേറ്ററാണ്. അപ്പോൾ ലോക്കൽ ഓസിലേറ്റർ വെച്ചിട്ടാണ് നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിക്വയർഡ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലോക്കൽ ഓസിലേറ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ് മിക്സർ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞേ? അപ്പോൾ നമ്മളിപ്പോൾ വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് RF സ്റ്റേജ് ആൻഡ് വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് മിക്സർ? മിക്സർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, RFനെ IF ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ആക്ച്വലി മിക്സർ, അല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഒരു RF സിഗ്നൽ നമ്മൾ RF ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു RF സ്റ്റേജിനെ RF ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആംപ്ലിഫൈ ചെയ്തു. ഇനി നമ്മൾ മിക്സറിൻ്റെ ഫങ്ഷനാണ് പറയുന്നത്. മിക്സർ ചെയ്യുന്ന കാര്യം എന്താണ്? RFനെ IF ആയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലേ? ഈ IF ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാണ് നമ്മൾ പറഞ്ഞു? ലോക്കൽ ഓസിലേറ്റർ, അല്ലേ? ലോക്കൽ ഓസിലേറ്റർ അല്ലേ ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇതാണ് സപ്പോസ് ഞാൻ പറയുന്ന, ഇതാണ് ഞാൻ പറയുന്ന IF സിഗ്നൽ. ഓക്കെ, ഈ IF സിഗ്നൽ നമുക്ക് മിക്സർ, ഇതാണ് ഞാൻ പറയുന്ന RF സിഗ്നൽ, അല്ലേ? സപ്പോസ് ഇതാണ് എൻ്റെ RF സിഗ്നലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു മിക്സർ യൂസ് ചെയ്തിട്ട് ഈ സെയിം സിഗ്നലിനെ ഞാൻ എന്ത് ചെയ്യും, നമുക്കിതിൻ്റെ ഒരു കോപ്പിയോടെ വരയ്ക്കാം, അല്ലേ? ഇപ്പോൾ നോക്കൂ, ആംപ്ലിറ്റ്യൂഡിൽ മാറ്റമൊന്നും വരുന്നില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഫ്രീക്വൻസി മാറ്റം വരുത്തി. കണ്ടോ? എന്താണ് ഈ രണ്ട് സിഗ്നലും തമ്മിലുള്ള വ്യത്യാസം? ഇതൊരു റേഡിയോ ഫ്രീക്വൻസി സിഗ്നലാണ്, ഇതൊരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലാണ്. അപ്പോൾ RFനേക്കാളും ഫ്രീക്വൻസി കുറഞ്ഞൊരു സിഗ്നലാണ് IF സിഗ്നൽ. അപ്പോൾ ഈ ഒരു കൺവേർഷനാണ് ശരിക്കും ആര് ചെയ്യുന്നത്? മിക്സർ ചെയ്യുന്നത്. മിക്സർ. അപ്പോൾ RFനെ IF ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് മിക്സറിന്. അപ്പോൾ നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള IFനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാണ്? IFനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ലോക്കൽ ഓസിലേറ്ററാണ്. നമ്മൾ ലോക്കൽ ഓസിലേറ്ററിലെ ട്യൂണിങ്ങിനനുസരിച്ചാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള IF കിട്ടുക. ഫൈനലി നമുക്ക് ഒരു IF കിട്ടി. ഈ IFനെ റിക്വയർഡ് ലെവലിലേക്ക് ആംപ്ലിഫൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആ മിക്സറിൻ്റെ ഫംഗ്ഷൻ ഒന്ന് നോക്കാം. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മിക്സർ കൺവേർട്ട് RF ടു IF വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലോക്കൽ ഓസിലേറ്റർ. അപ്പോൾ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന റിക്വയർഡ് IFനെ നമ്മുടെ സ്യൂട്ടബിൾ ലെവലിലേക്ക് ആംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? IF ആംപ്ലിഫയർ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷനാണ് ആര് ചെയ്യുന്നത്? IF ആംപ്ലിഫയർ. അപ്പോൾ നമുക്ക് IF കിട്ടി. ഈ IFനെ റിക്വയർഡ് ലെവലിലേക്ക് ആംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ IF ആംപ്ലിഫയർ യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത പോലെ, ഇപ്പോൾ ഇതായിരുന്നു നമ്മുടെ RF. ഈ RFനെ റിക്വയർഡ് ലെവലിലേക്ക് ആംപ്ലിഫൈ ചെയ്യാൻ RF ആംപ്ലിഫയർ യൂസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരുന്ന റിക്വയർഡ് IF. ഈ IFനെ നമ്മുടെ റിക്വയർഡ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? IF ആംപ്ലിഫയർ യൂസ് ചെയ്യാം. ഞാനതിൻ്റെ ഫിഗർ വരയ്ക്കുന്നില്ല. ഈ വരച്ചിരിക്കുന്ന വേവ് ഫോമിൻ്റെ ജസ്റ്റ് ആംപ്ലിഫിക്കേഷൻ ലെവൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് IF ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ എന്താണ്? IF ആംപ്ലിഫയർ ആംപ്ലിഫൈസ് ദി വീക്ക് IF സിഗ്നൽ ടു എ സ്യൂട്ടബിൾ ലെവൽ. അത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ബ്ലോക്കാണ് ഡിറ്റക്ടർ. നിങ്ങൾ കണ്ടോ? ഡിറ്റക്ടർ നമ്മൾ ചെയ്യുന്ന കാര്യം, നമുക്ക് RFന്ന് IF ആയിട്ട് കൺവേർട്ട് ചെയ്തു, IFനെ റിക്വയർഡ് ലെവലിലേക്ക് ആംപ്ലിഫൈ ചെയ്തു. ഈ IF സിഗ്നലിനെ AF സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഡിറ്റക്ടർ യൂസ് ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയെ ഓഡിയോ ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുക. അപ്പോൾ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള IF സിഗ്നൽ. ഓക്കെ, ഈ IF സിഗ്നലിനെ നമുക്ക് AF ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. AF എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഫ്രീക്വൻസി കുറഞ്ഞൊരു സിഗ്നലാണ്. ഓക്കെ, മേ ബി ലൈക്ക് ദിസ്. കണ്ടോ? അപ്പോൾ ഇത് ആക്ച്വലി IF ആണ്. ഇത് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? AF ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ IF ടു AF കൺവേർഷൻ ചെയ്യാനാണ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. ഫൈനലി നമ്മളതിനെ പാസ് ചെയ്യുന്നത് ഒരു ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയറാണ്. അപ്പോൾ ഡിറ്റക്ടറിൻ്റെ ഫംഗ്ഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ഡിറ്റക്ടർ?
AM detector convert IF to AF signal അല്ലേ. The required AF signal voltage and power amplifier. The required AF signal is voltage and power amplified and fed to the loudspeaker. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ കറക്റ്റായിട്ട്. നമുക്ക് RF സ്റ്റേജ് വഴി നമ്മൾ RFനെ ബൂസ്റ്റ് ചെയ്തു, RF to IF കൺവേർഷൻ ചെയ്തു, IFനെ ബൂസ്റ്റ് ചെയ്തു, ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ IFനെ AF ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ വഴി നമുക്കിപ്പോൾ ഒരു AF കിട്ടി അല്ലേ, ഒരു AF സിഗ്നൽ കിട്ടി. ഈ AF സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിലുള്ള ആംപ്ലിഫിക്കേഷൻസ് ആണ് ഇവിടെ ചെയ്യാനുള്ളത്. ഒന്നാണ് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ, രണ്ടാണ് പവർ ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനും പവർ ആംപ്ലിഫിക്കേഷനും ചെയ്താലാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ലെവലും എഫിഷ്യൻസി ലെവലും കൂടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ ഈ AF സിഗ്നലിനെ ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ ചെയ്തിട്ട് എങ്ങോട്ടാണ് പാസ് ചെയ്ത്, ലൗഡ് സ്പീക്കറിലേക്ക്. അപ്പോൾ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയോയുടെ സ്പീക്കർ, ആ സ്പീക്കറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓഡിയോ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കൂ, റേഡിയോയിൽ ഒരു ആൻറ്റിന ഉണ്ട്, ആൻറ്റിന RF സിഗ്നൽ റിസീവ് ചെയ്യും, RF സിഗ്നലിനെ IF ആയിട്ട് കൺവേർട്ട് ചെയ്യും, IFനെ AF ആയിട്ട് കൺവേർട്ട് ചെയ്യും, AF ലൗഡ് സ്പീക്കറിലെത്തുമ്പോൾ ഒരു ഓഡിയോ സിഗ്നലായിട്ട് പുറത്തു വരും. ഇതാണ് ശരിക്കും ഒരു റേഡിയോയിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇത് നമ്മൾ ടെക്നിക്കലി പറയുമ്പോൾ ഇത്രയും ഡീപ്പായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൺവേർഷൻ സ്ട്രാറ്റജീസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് സ്റ്റേജ് നോക്കിയേ, ലാസ്റ്റ് സ്റ്റേജ് പറഞ്ഞു ദ റിക്വയർഡ് AF സിഗ്നൽ ഈസ് വോൾട്ടേജ് ആൻഡ് പവർ ആംപ്ലിഫൈഡ് യൂസിങ് ആൻഡ് ഫെഡ് ടു ദി ലൗഡ് സ്പീക്കർ. അപ്പോൾ ഇതാണ് ഇതിന് നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് നമ്മൾ ഈ ഫിഗർ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഒരു RF കാരിയർ സിഗ്നൽ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ആൻറ്റിന വഴി റിസീവ് ചെയ്യും അല്ലേ, അതിനെ നമ്മൾ RF ആംപ്ലിഫയർ വഴി ആംപ്ലിഫൈ ചെയ്യും, അതിനെ IF ആയിട്ട് കൺവേർട്ട് ചെയ്യും. IF ആകുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വന്നു, IF ആംപ്ലിഫയർ വഴി അതിനെ ആ IF സിഗ്നലിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യും. ഇതിൽ നിന്ന് നമ്മൾ ഓഡിയോ സിഗ്നലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട്, അതിനെ റിക്വയർഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനും പവർ ആംപ്ലിഫിക്കേഷനും വരുത്തി ആ സിഗ്നലിനെ നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് പാസ് ചെയ്യും. ഇതാണ് ശരിക്കും സംഭവിക്കുന്ന പ്രോസസ്സ്, ഇതാണ് ശരിക്കും റേഡിയോയിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഈ RF to IF കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള IFനെ സെലക്ട് ചെയ്യുന്നത് ആരാണ്, ഈ ലോക്കൽ ഓസിലേറ്ററാണ്. മനസ്സിലായല്ലോ, ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു AM സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുക, ഞാനത് വളരെ ബ്രീഫായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്, ഇവിടെ ഒരു AGC പറയുന്നുണ്ട് കണ്ടോ, AGC. ഈ AGC എന്ന് പറഞ്ഞാൽ നോർമലി ഓട്ടോമാറ്റിക് ഗെയിൻ കറക്ഷനാണ്, ഓട്ടോമാറ്റിക് ഗെയിൻ കറക്ഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക് ഗെയിൻ കറക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ലെവലിൽ ആംപ്ലിറ്റ്യൂഡ് ലെവൽ കുറയുന്നുണ്ടെങ്കിലോ കൂടുന്നുണ്ടെങ്കിലോ അതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് AGC. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ബ്ലോക്ക് ഡയഗ്രത്തിൽ പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ AM സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. ഇത് 8 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പാർട്ടാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് FM സൂപ്പർ ഹെട്രോഡൈൻ റിസീവറാണ്. നമ്മൾ AM സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ ഓൾറെഡി പറഞ്ഞു, ഇതായിരുന്നു AM സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. RFനെ RF ആംപ്ലിഫയർ വഴി ബൂസ്റ്റ് ചെയ്യും, RF to IF ചെയ്യും, IFനെ ബൂസ്റ്റ് ചെയ്യും, IF to AF ചെയ്യും, ഇതിന് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനും പവർ ആംപ്ലിഫിക്കേഷനും വരുത്തി ലൗഡ് സ്പീക്കറിലേക്ക് പാസ് ചെയ്യും. ഇതായിരുന്നു AM സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. ഇതിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മൾ FM സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ ഡിസൈൻ ചെയ്യുന്നത്. സെയിം പ്രിൻസിപ്പിൾ, ചെറിയ മാറ്റങ്ങൾ അല്ലേ. അതിൽ ഫസ്റ്റ് വീക്കറായിരിക്കുന്ന RF സിഗ്നലിനെ RF ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യും, ഡൗട്ടൊന്നുമില്ലല്ലോ. ഈ RF സിഗ്നലിനെ നമ്മൾ മിക്സർ യൂസ് ചെയ്തിട്ട് IF ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ട IFനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ലോക്കൽ ഓസിലേറ്ററാണ്. ഈ IF സിഗ്നലിനെ റിക്വയർഡ് ലെവലിലേക്ക് ആംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ IF ആംപ്ലിഫയർ യൂസ് ചെയ്യും. അപ്പോൾ RFI റിസീവ് ചെയ്തു, RFനെ IFI കൺവേർട്ട് ചെയ്തു, IFനെ ആംപ്ലിഫൈ ചെയ്തു. പിന്നെ നമുക്ക് വരുന്നൊരു ലിമിറ്ററാണ്. ഓക്കെ, ലിമിറ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്ലോക്കാണ്. ഈ ലിമിറ്റർ നമ്മൾ പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, വിച്ച് റിമൂവ് ദി ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് പ്രസൻറ്റ് ഇൻ ദി FM സിഗ്നൽ അറ്റ് ദി ടൈം ഓഫ് FM ഡിറ്റക്ഷൻ. നമ്മൾ ഓൾറെഡി ഫ്രീക്വൻസി മോഡുലേഷൻ പറഞ്ഞിരുന്നു. ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയെ വേരി ചെയ്യും, ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് ഒരിക്കലും നമ്മളൊരു ലെവലിൽ മേലെ വരാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഹൈ വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് വരുന്നുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡിനെ ലിമിറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ലിമിറ്റർ എന്നുള്ള ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, ദാറ്റ് റിമൂവ് ദി ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ പ്രസൻറ്റ് ഇൻ ദി FM സിഗ്നൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, RF റിസീവ് ചെയ്തു, RFനെ IFI കൺവേർട്ട് ചെയ്തു, IFനെ ആംപ്ലിഫൈ ചെയ്തു, അതിലെന്തെങ്കിലും ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് വരുന്നുണ്ടെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്തു. ഫൈനലി നമുക്ക് വരുന്നൊരു ഡിസ്ക്രിമിനേറ്ററാണ്. ഡിസ്ക്രിമിനേറ്റർ ചെയ്യുന്നത് IF
IF to AF കൺവേർഷനാണ് ഡിസ്ക്രിമിനേറ്റർ ചെയ്യുന്നത്. IFനെ AF ആയി കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോർമലി ഇവിടെ ഈ ബ്ലോക്കിൽ പറഞ്ഞപ്പോൾ ഡിറ്റക്ടർ പറഞ്ഞിരുന്നു. ഈ ഡിറ്റക്ടറിൻ്റെ സെയിം ഫംഗ്ഷനാണ് ഡിസ്ക്രിമിനേറ്റർ ചെയ്യുന്നത്. ഡിസ്ക്രിമിനേറ്റർ ചെയ്യുന്നത് എന്താണ്? IFനെ AF ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ IF to AF കൺവേർഷനാണ് ഡിസ്ക്രിമിനേറ്റർ ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ അഡീഷണലി വരുന്ന ഒരു ഡീഎംഫസിസ് സർക്യൂട്ടാണ്. ഡീഎംഫസിസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വിച്ച് റിമൂവ് ദി നോയ്സസ് പ്രസൻറ്റ് ഇൻ ദി ഔട്ട്പുട്ട്. എന്തെങ്കിലും നോയ്സസ് വരുന്നുണ്ട്, ആ നോയ്സിനെ കട്ട് ചെയ്യാനാണ് നമ്മൾ ഡീഎംഫസിസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ AM-നേക്കാളും കുറച്ചും കൂടി നോയ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു മോഡുലേഷൻ സ്കീമാണ് FM. നമ്മൾ ഓൾറെഡി കമ്പാരിസണിൽ പറഞ്ഞു. ഇതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഡീഎംഫസിസ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡീഎംഫസിസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന AF സിഗ്നലിൻ്റെ നോയ്സസിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സപ്രസ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ഇതാണ് അഡീഷണലി വരുന്നത്. പിന്നെ നമുക്കൊരു AF കിട്ടി. AFലെ നോയ്സിനെ കട്ട് ചെയ്യാൻ ഡീഎംഫസിസ് സർക്യൂട്ട് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. AF വോൾട്ടേജ് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ AF സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ AFനെ രണ്ട് രീതിയിൽ ആംപ്ലിഫൈ ചെയ്യും. AFനെ നമുക്ക് ആദ്യം വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ചെയ്യും, പിന്നെ അതിനെ നമ്മൾ പവർ ആംപ്ലിഫിക്കേഷൻ ചെയ്യും. എന്നിട്ട് നമ്മളതിനെ ലൗഡ് സ്പീക്കറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ടിപ്പിക്കലായിട്ടുള്ള AM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ പോലെ തന്നെയാണ് FM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. അതിൽ വരുന്ന മാറ്റം, ഒന്ന് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യും, അത് AM-ലില്ല. ഡിറ്റക്ടറിന് പകരം ഡിസ്ക്രിമിനേറ്റർ യൂസ് ചെയ്യും, അത് AM-ലില്ല. AM-ൽ ഡിറ്റക്ടറും FM-ൽ ഡിസ്ക്രിമിനേറ്ററുമാണ്. പിന്നെ നോയ്സസിനെ സപ്രസ് ചെയ്യാൻ ഡീഎംഫസിസ് സർക്യൂട്ട് യൂസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഇതിൽ നമ്മൾ രണ്ടിലും കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ടേം ആയിരുന്നു AGC. AGC എന്തായിരുന്നു? ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗെയിൻ കറക്ഷനെയാണ് നമ്മൾ AGC എന്ന് പറയുന്നത്. അത് നമ്മൾ റിസീവറിൽ യൂസ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ലെവലിൽ ഗെയിൻ വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് AGC. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ FM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ AM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറും FM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഇപ്പോൾ കവർ ചെയ്തു. ബ്ലോക്ക് ഡയഗ്രം ഓഫ് AM ആൻഡ് ബ്ലോക്ക് ഡയഗ്രം ഓഫ് FM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. അപ്പോൾ ഈ നമ്മുടെ മോഡേൺ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലിക്കേഷൻ എന്നുള്ള പാർട്ടിൻ്റെ ഒരു മെയിൻ പാർട്ട് ഇപ്പോൾ കവറായി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.